ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ പേരുകെട്ട ആളാണ് പ്രശാന്ത് കിഷോർ. കോൺഗ്രസിൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ വാർത്തയൊന്നും ആയിട്ടില്ല. പറയുന്നത് ബംഗാളിലും ഒഡീഷയിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും, രാഹുൽ ഗാന്ധി വിശ്രമ ജീവിതം നയിക്കണം എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ഞാനത് കണ്ടു. ഏതായി ഈ തമ്പുരാൻ പ്രശാന്ത് കിഷോർ അങ്ങനെ എന്ത് ചെയ്തെന്നാണ്. ഏതോ തെരഞ്ഞെടുപ്പിൽ ആരുടെയൊക്കെ അഡ്വൈസറായിട്ട് പുള്ളി 5 കോടി 10 കോടിയൊക്കെയാണ് പുള്ളിയുടെ ചാർജ് പോലും. തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഞാനോ സുനിലോ ആണ് ഇവരെ അഡ്വൈസ് ചെയ്യുന്നതെങ്കിൽ കുറേ പേര് ജയിക്കും, കുറേ പേര് തോക്കും. ഇത്രേ ഉള്ളൂ ഇത്. അല്ലാതെ ജനങ്ങളുടെ മനസ്സ് ആർക്കറിയാം? ഇങ്ങനെ ആദ്യം ചെയ്ത് നമ്മുടെ പഴയ ടെക്നിക്ക് ഉണ്ടല്ലോ, ജാതി കാർഡ് വെച്ചിട്ട് ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കുക. മോദി വന്നതോടെ ആ കലാപരിപാടിക്ക് യാതൊരു വിലയില്ലാതെയായി. മുകളിലൂടെ പറക്കുന്നവനാണ് മോദി. ഈ താഴെ കശപിശ ഉണ്ടാക്കുന്ന ഈ ചെറ്റകളെ ഒന്നും പുളി മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ പ്രശാന്ത് കിഷോർ വിചാരിച്ചത് ഈ തല്ലിപ്പൊളി ഞാൻ ചെറ്റയെന്ന് പറഞ്ഞ സൃഷ്ടികളുണ്ടല്ലോ, ഇവരെ പല രീതിയിൽ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാം. ചില സ്ഥലത്ത് അയാൾ ജയിച്ചു, ചില സ്ഥലത്ത് തോറ്റു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉപദേഷ്ടാവുണ്ടല്ലോ കനുകൂലു, ഇപ്പോൾ കുറേ ദിവസമായിട്ട് കേൾക്കുന്നുമില്ല. കഴിഞ്ഞ മാസം മറ്റൊരു പുള്ളി CWCയിലോ എന്തോ അവരുടെ സമിതിയിൽ കനുകൂലവും ഉണ്ടായിരുന്നു. കേരളത്തിലൊക്കെ വന്നിരുന്നു അയാളെന്തോ ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞ് ഇവരെ നിയന്ത്രിക്കുന്നു. കനുകൂലുവിൻ്റെ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കാണുന്നില്ല ഇപ്പം. ഇതുപോലെ ഒരു മനുഷ്യനാണ് പ്രശാന്ത് കിഷോർ. ആരാണ് ഇയാളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ മാധ്യമങ്ങളിൽ ഒരുപാട് താല്പര്യങ്ങളൊക്കെ ഉണ്ട്. വിദഗ്ധൻ എന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ടുവന്നിരുത്തും. ഈ മലയാള മാധ്യമങ്ങൾ കണ്ടില്ലേ, ഭരണഘടനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരാളിരിക്കും. ഈ ഭരണഘടന മറ്റേ സുപ്രീം കോടതിയുടെ മുറ്റത്ത് നിന്നൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് മീഡിയ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ആൾക്കാരുണ്ട്. അതിലൊന്നാണ് ഈ പ്രശാന്ത് കിഷോർ. പക്ഷേ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ബംഗാളിലെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുന്നു, രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക്. അല്ലെ, ഇത് BJP വലിയ നേട്ടം ഉണ്ടാക്കും. ഈ പ്രശാന്ത് കിഷോർ പറഞ്ഞ കാര്യം തന്നെ ചായക്കടയിലിരുന്ന് ഒരു തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. ഈ പ്രശാന്ത് കിഷോർ എങ്ങനെ മഹാനാകുന്നു എന്നാണ് എൻ്റെ ചോദ്യം. തങ്കപ്പൻ ചേട്ടനേക്കാൾ വലിയ മഹത്വം എന്താണ് പ്രശാന്ത് കിഷോർ? തങ്കപ്പൻ ചേട്ടൻ ചായക്കടയിലേ ഇരിക്കുന്നുള്ളൂ, എല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. ഇത് പണ്ട് OE ജയൻ പറഞ്ഞിരുന്നു, ഇട്ടിരാരശൻ മേനോൻ ആരാണ് എന്നറിയാൻ ഷേക്സ്പിയറിന് ബാധ്യതയില്ലെങ്കിൽ ഷേക്സ്പിയർ ആരാണെന്നറിയാൻ ഇട്ടിരാരശൻ മേനോനും ബാധ്യതയില്ല. ഷേക്സ്പിയറിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പുള്ളി ഇംഗ്ലണ്ടിൽ ജനിച്ചു, ഇംഗ്ലീഷിൽ എഴുതി, പുള്ളി വലിയ ഭൂലോക ഭീകരനായി. ഇട്ടിരാരശൻ മേനോൻ ഒറ്റപ്പാലത്തുകാരനാണ്, പുള്ളി മലയാളത്തിൽ എഴുതി, അതുകൊണ്ട് പുള്ളി കൊള്ളരുതാത്തവൻ. OE ജയൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ആ ഇക്വേഷൻ സമ്മതമല്ല. ഇംഗ്ലണ്ടിൽ ജനിച്ചുകൊണ്ട് അയാൾ മഹാനും ഒറ്റപ്പാലത്ത് ജനിച്ചുകൊണ്ട് ഇയാൾ തല്ലിപ്പൊളിയോ ആകുന്നില്ല എന്ന് പറയുന്ന പോലെ പ്രശാന്ത് കിഷോർ ഇംഗ്ലീഷിൽ പറയുകയും ബർഖാദത്തും ഇവരൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് അയാൾ മഹാനാകുകയും ഗ്രൗണ്ട് ലെവലിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തങ്കപ്പൻ ചേട്ടൻ കൊള്ളില്ലാത്തവനാകുകയും ചെയ്യുന്ന ഒരു ഇക്വേഷൻ എനിക്ക് സമ്മതമല്ല. പക്ഷേ ഞാൻ ഐ വിൽ ഗോ ബൈ തങ്കപ്പൻ ചേട്ടൻ ബെറ്റർ ദാൻ കനുകൂലു. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ TG പറഞ്ഞ ബർഖാദത്തൊക്കെ അടക്കമുള്ള ആളുകളുടെ സഹചാരിയായിരുന്നു ഈ പ്രശാന്ത് കിഷോർ. അയാളിപ്പോൾ പറയുന്നു BJP ആണ് ഒഡീഷയും ബംഗാളും ഉൾപ്പെടെ നേടാൻ പോകുന്നത്, രാഹുൽ ഗാന്ധി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനിത് വിശ്വസിക്കാൻ തയ്യാറില്ല. he has lost his credibility. ഇതുപോലത്തെ ഓപ്പറേറ്റേഴ്സ് എത്രയുണ്ട്? BJP ഉപദേശിച്ച് നന്നാക്കാനായിട്ട് കുറേ ഓപ്പറേറ്റർമാരുണ്ടായിരുന്നു. അവരെയൊക്കെ അമിത്ഷാ കംപ്ലീറ്റ് പിരിച്ചു, അവന് കൊടുക്കാനുള്ള കാശ് കൊടുത്ത് ഇറങ്ങിപ്പോടാൻ. ഇനി മേലെ ഇത് കണ്ടുപോയി ഈ ഏരിയ കണ്ട മൂട്ടുകാർ തല്ലി ഓടിക്കും ഞാൻ. ഉപദേശികളെ മുഴുവൻ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞാണ് BJP ജയിക്കാൻ തുടങ്ങിയത്. ഈ ഉപദേശിയെ വെച്ചാൽ അവൻ കുറേ കാശ് തിന്നും എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനം, അവനൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാന്ന്. ഇപ്പം ഉപദേശി പറഞ്ഞത് നടപ്പിലാക്കി, എന്നിട്ട് പാർട്ടി തോറ്റുപോയെന്ന് ഉപദേശിയെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? അവൻ വാങ്ങിച്ച കാശ് വാങ്ങിച്ചതല്ലേ, കൊടുത്തു തന്നെ. അവൻ 5 സ്റ്റാർ സൗകര്യം ഒക്കെ വെച്ചിട്ട്, എന്നിട്ട് ഈ വേർത്ത് കുളിച്ച് ഈ ജോലി മുഴുവൻ ചെയ്യുന്ന തങ്കപ്പൻ ചേട്ടന്മാർ പോയിട്ട് ഈ ഉപദേശിയുടെ മുമ്പിൽ ഒച്ചാനിക്കണം. ഇനി എങ്ങോട്ട് പോകണം ചേട്ടാ, തെക്കോട്ട് പൊക്കോട്ടെ. ഉപദേശി പറയും വേണ്ട, വടക്കോട്ട് പോയാൽ മതി, അവിടെ മുസ്ലിങ്ങൾ കൂടുതലാണ്, അവിടെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അപ്പം തങ്കപ്പൻ ചേട്ടൻ ഇതൊരുമാതിരി ആളുകളോട് സത്യം പറഞ്ഞാൽ കുഴപ്പമാണെന്നൊക്കെ അവസാനം ഉപദേശിക്കുമല്ലേ ഇല്ലാതായി. ഇതിൻ്റെ അൾട്ടിമേറ്റാണ് ഞാൻ പറഞ്ഞത്. അമിത്ഷാ വന്നിട്ട് സകലവനെയും തല്ലി ഓടിച്ചു. അതോടെ സമാധാനമായി BJP ജയിക്കാൻ തുടങ്ങി, നേരെ ഭരണം കാര്യമൊക്കെ നടന്നു.
ഇതാണ് ഈ ഉപദേശിമാരുടെ അല്ല, ഈ പ്രശാന്ത് കിഷോർ പറഞ്ഞത് അല്ലെങ്കിൽ പോലും നമുക്കിതൊന്ന് പൊളിറ്റിക്കലി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒഡീഷയിൽ BJP ബിജു പട്നായിക്കിൻ്റെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയായിട്ട് ഒരു സഖ്യത്തിന് ശ്രമിച്ചു, നടന്നില്ല. ഒറ്റക്കെട്ടൊക്കെ മത്സരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. ബംഗാളിൽ ഈ സന്ദേശ് ഗാലി മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ BJPക്ക് രണ്ടിടത്തും സാധ്യതകൾ കൂടുന്നു എന്ന ഒരു ചിത്രമില്ലേ? ആ ചിത്രം എല്ലാവർക്കും അറിയാമല്ലോ. അത് ഈ തമ്പുരാൻ പറഞ്ഞിട്ട് വേണോ? എല്ലാവർക്കും അറിയാം. ഈ BJP സഖ്യം ഒറീസയിൽ തകരാൻ പാടില്ലായിരുന്നു. വാസ്തവത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അത് അത്ര സമ്മതമായിരുന്നില്ല. പക്ഷേ ഒറീസയിലെ BJP നേതൃത്വം അവർ ആഘോഷിക്കുകയും ചെയ്തു, പടക്കം പൊട്ടിച്ച് വിതരണം ചെയ്തിട്ട് ആ അലയൻസ് അവർ പറയുന്നത് ഈ BJPയുടെ സപ്പോർട്ടൊന്നും വേണ്ട, വി ആർ ദ റിയൽ ഫോഴ്സ്, നമ്മുടെ ചെലവിൽ അവരെ ജയിച്ചു പോവുകയാണ്, അല്ലാതെ അവരുടെ ചെലവിൽ നമ്മൾ ജയിക്കുകയല്ല. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ജയിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട്. ഗോയിങ് ബൈ ദ ലോക്കൽ ലീഡേഴ്സ് അവർ പറയുന്നത് മാക്സിമം സീറ്റ് ഒറീസയിൽ ഞങ്ങൾ പിടിക്കും. ബംഗാളിലും അതുപോലെ തന്നെ അതിഭീകരമായ ഫൈറ്റാണ് മമതാ ബാനർജിയൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും നമ്പർ ഓഫ് സീറ്റ്സ്. ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രശാന്ത് കിഷോർ പറഞ്ഞു, അയാളെന്തോ അത് മണ്ണാങ്കട്ടയൊന്നുമല്ല. എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് കുറേ ദിവസമായി മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ, മനോരമ നടത്തുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയാവും എന്ന തരത്തിൽ പറഞ്ഞ മനോരമ തീരെ അപ്രധാനമല്ലാതെ ഈ വാർത്ത കൊടുത്തു. രാഹുൽ ഇനി ഒരു റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടതെന്നും പറയുന്നത്. അത് ഈ വാർത്ത വരുന്നതൊക്കെ ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ വാർത്ത ഡൽഹിയിൽ നിന്നായിരിക്കും വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഇവിടെ വിളിച്ച് പറയും, ആ ഒരു കാര്യം ചെയ്യും പ്രശാന്ത് കിഷോറിൻ്റെ അതൊന്ന് കൊടുത്തേക്ക്. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല, സെൻറ്റർ പേജിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ കേട്ട് അതിൻ്റെ പൊസിഷനൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കയറി പോകും. അതൊന്നും മനോരമയുടെ പോളിസിയുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അതൊക്കെ ആ സമയത്ത് രാത്രി ഒരു വൈകുന്നേരം 4 മുതൽ രാത്രി 12 വരെ ആരൊക്കെ ഷിഫ്റ്റിലിരിക്കുന്നു അനുസരിച്ചാണ് ഈ വാർത്തകൾ കയറി പോകുന്നത്. അല്ലാതെ എല്ലാത്തിലും ഒന്നും നമ്മൾ ഈ പറയുന്ന മനോരമയ്ക്കും അത് കൊടുക്കേണ്ടി വരുന്നു. റിയാലിറ്റി അങ്ങനെ ഒരു അർത്ഥമൊന്നും അതിനില്ല. ആ ഷിഫ്റ്റിലുണ്ടായിരുന്നവർ അത് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാത്തിലും ഒന്നും പൊളിറ്റിക്സ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രശാന്ത് പറഞ്ഞത് ആരുമാവട്ടെ, പറഞ്ഞതിനകത്ത വസ്തുതകൾ നോക്കണ്ടേ? കാരണം എനിക്ക് പൊതുവെ ഈ സെഫോളജിസ്റ്റ് ഇവരെന്നൊക്കെ പറയുന്നതിനെ പറ്റി എനിക്ക് വാസ്തവത്തിൽ ഉള്ളിൽ ഒരല്പം പുച്ഛമാണ്. ഇന്ത്യൻ വോട്ടറെ ഇന്ന് വരെ കൃത്യമായിട്ട് പ്രവചിച്ച ആരുമില്ല. എല്ലാവരുടെയും പ്രവചനം തെറ്റിയിട്ടേ ഉള്ളൂ. എന്തിന്? മൗലാന അബുൽ കലാം ആസാദ് തോറ്റുപോയി. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലമാണ്. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണെന്നോ 57-ലെ തിരഞ്ഞെടുപ്പ്. മൗലാന അബുൽ കലാം ആസാദ് തോറ്റുപോയി 52-ലോ 50, ഐ ഡോണ്ട് റിമെമ്പർ ദ ഇയർ. സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഉത്തർപ്രദേശിലാണ്. ഇദ്ദേഹം തോറ്റുപോകുന്ന ആരും വിചാരിച്ചില്ല. അത്ര വലിയ ഫിഗറല്ലേ. അപ്പോൾ അന്ന് ഈ പെട്ടി വേറെ വേറെ വെച്ചിട്ടാണ്, കാളപ്പെട്ടി, കുതിരപ്പെട്ടി, കഴുതപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് പെട്ടി വയ്ക്കുക. അതിൽ നമ്മൾ വോട്ട് ചെയ്തിട്ട് ആ പെട്ടിക്കകത്താണ് നമ്മുടെ ബാലറ്റ് പേപ്പർ ഇടുന്നത്. ഇദ്ദേഹം തോറ്റു എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ജില്ലാ കളക്ടർ, പുള്ളിയാണ് ഭരണാധികാരി, പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ്, മൗലാന തോറ്റു, മറ്റേ ആൾ ജയിച്ചു, ഞാനത് എല്ലാം എഴുതി തയ്യാറാക്കി നിങ്ങളുടെ കോപ്പ് വാങ്ങിച്ച് 1 മണിക്കൂർ എടുക്കും. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി 1 മണിക്കൂറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാനും പിടിക്കാനും പോയി. ഇതുണ്ടാക്കി നെഹ്റു ഇതറിഞ്ഞു. നെഹ്റു പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത്, അദ്ദേഹമാണ് UP മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ മൗലാന ജയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, ആ ജഗ ഖാലി കറോ. പണ്ഡിറ്റ് വല്ലഭ് പന്ത് എന്ത് ചെയ്തു? കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലാന ജയിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കും. കളക്ടർക്ക് 1 മണിക്കൂർ സമയമുണ്ട്. കളക്ടർ കൂടെയുള്ളവരോട് പറഞ്ഞു, ഒരു 20,000 വോട്ട് പുള്ളിക്ക് കൂടുതൽ എഴുതിയേക്ക്, റീകൗണ്ട് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. മറ്റേ സ്ഥാനാർത്ഥി തിരിച്ചു വന്ന് കഴിയുമ്പോൾ റീകൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. റീകൗണ്ടിൽ മൗലാന ജയിച്ചു. മറ്റേ സ്ഥാനാർത്ഥിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, റീകൗണ്ടിൻ്റെ സമയത്തുണ്ടായിരുന്നില്ല. ശരി, മൗലാനയല്ലേ ജയിക്കട്ടെ എന്ന് അങ്ങനെ ജയിച്ചു. ഇങ്ങനെയൊക്കെയാണ് പണ്ട് തിരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ടിരുന്നത്. ആ സിസ്റ്റം എല്ലാം മാറ്റി നിർത്തിയാണ് നമ്മൾ ഇപ്പോൾ EVM-ഉം VVPAT ഒക്കെ വന്നിരിക്കുന്നത്.
ഇപ്പം ഇത് നിർത്തിയിട്ട് പഴയ ലൈനിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ടാണ് ഈ ബഹളം. ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ, പ്രശാന്ത് ഭൂഷണും കപിൽ സിബലും. എന്താ, പഴയ സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരണം, ബാലറ്റ് തിരിച്ചു, അല്ലെങ്കിൽ വി വി പാറ്റ് മുഴുവൻ എണ്ണണം. വി വി പാറ്റ് മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പഴയ സമ്പ്രദായം ബാലറ്റ് ഈക്വൽ ആണ്. പിന്നെ അതിലും പഴയതിലേക്ക് പോകാനുള്ളത് ഇനി പെട്ടി തിരിച്ചു വയ്ക്കുക, അതാണ് അതിലും പഴയത്. ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാ പെട്ടിക്ക് വോട്ടില്ല, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പെട്ടി കോമൺ ആക്കിയിട്ട് ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും ഒക്കെ വെച്ചുള്ള വോട്ട് തുടങ്ങിയത്. അതിൽ നിന്നാണ് EVM-ലേക്ക് വന്നത്. ആ EVM-ൽ നിന്നാണ് വി വി പാറ്റും കൂടെ ചേർന്ന് EVM-ലേക്ക് വന്നത്. ഇപ്പോൾ എല്ലാവരും കൂടെ പഴയ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള തന്ത്രം എന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് അരവിന്ദ് കെജ്രിവാളിനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഇന്ത്യയിൽ 2024 തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്നവർ ആഗ്രഹിക്കുന്നു ഈ ശക്തികൾ. ആ ശക്തികളിലെ പ്രധാനപ്പെട്ട ഒരു കിങ് പിന്നാണ് അരവിന്ദ് കെജ്രിവാൾ. അറസ്റ്റ് ചെയ്യാൻ അന്യഥാ ന്യായമുണ്ട് താൻ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സിമ്പതി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല. ബട്ട് അതിലും വലിയ റിസ്ക് തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള തന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ അവസാനത്തെ തന്ത്രമാണോ എനിക്കറിയാമല്ല, അതിലൊരു തന്ത്രമാണ് ഈ സുപ്രീം കോടതിയിൽ പോയിട്ട് പരാജയപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ നോട്ടീസ് അയക്കാം. ആദ്യമേ അവർ പറഞ്ഞു അതെ ഈ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ഈ EVM എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം, വൺസ് ഫോർ ഓൾ ഇത് സെറ്റിൽ ചെയ്തതാണല്ലോ. അല്ല അതല്ല, അറ്റ്ലീസ്റ്റ് നോട്ടീസ് ഇസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് മാനം രക്ഷിക്കാനായിട്ടൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനി എന്തെങ്കിലും അടുത്ത തന്ത്രം കൊണ്ടുവരും. സുനിൽ നോക്കിക്കോളൂ, their target is not to conduct elections in India in 2024 and declare there is no democracy in India. ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്, ജനാധിപത്യം തകർന്നു, ഭരണഘടന തകർന്നു, ഇതേ കിടക്കുന്നു. ഇപ്പൊ പൊട്ടിത്തെറിച്ചൊരു കഷ്ടം വന്നെൻ്റെ കാലിലും ഇത് പരിക്ക് പറ്റി. ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ അധമന്മാരെല്ലാം കൂടെ തെരഞ്ഞെടുപ്പിന് പാര വയ്ക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഏജൻസി വരെ പിടിക്കുന്നത്. വൈ ദിസ് crores of rupees from Karaveenu came out now? ഇന്ന് വരെ എനിക്കോ സുനിലിനോ അറിയാമായിരുന്നു. നമ്മൾ നാളെ കുറേ ആയല്ലോ ഇവിടെ കിടന്ന് മെഴുകുന്നു ഈ കേരളത്തിൽ. ഈ പാർട്ടി CPM എന്ന പാർട്ടിക്ക് സെൻട്രൽ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ടുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അക്കൗണ്ടുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് അക്കൗണ്ടുണ്ട്, ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടുണ്ട്, ഏരിയ കമ്മിറ്റിക്കുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റിക്കുണ്ട്, പിന്നെ വ്യക്തികൾക്ക് വേറെ വേറെ അക്കൗണ്ടുണ്ട്. എത്ര അക്കൗണ്ടുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്ക്? എന്നിട്ട് അതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. നാട്ടുകാരുടെ കാശ് കൊള്ളയടിച്ചിട്ട്, ഇല്ലാത്ത ഭൂമി പണയം വെച്ചിട്ട്, 120/11 സർവേ നമ്പർ, അങ്ങനൊരു സർവേ നമ്പർ ഇല്ല, അങ്ങനൊരു ഭൂമിയില്ല. നെയ്യാറ്റിക്കരയിലെ ഭൂമി കൊണ്ടുവന്ന് കരുവന്നൂർ പണയം വെച്ചിരിക്കുന്നു, എന്നിട്ട് ലോൺ എടുത്തിരിക്കുന്നു 10 ലക്ഷം. നെയ്യാറ്റിക്കരയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ആൾ വീട് വെച്ച് താമസിക്കുക 50 കൊല്ലമായിട്ട്. അയാൾ പറഞ്ഞു നിങ്ങളുടെ സർവേ നമ്പറും തെറ്റാണ്, ഞാനെങ്ങനെ ലോണും എടുത്തിട്ടില്ല. അല്ല ചേട്ടാ ഈ സർവേ നമ്പർ ഈ ഏരിയയിലൊക്കെ മുട്ടുകലയിൽ പിടിക്കും ഞാൻ ഓടാണ്. തട്ടിപ്പും കൂടെ ഇറങ്ങിയത് നെയ്യാറ്റിക്കരക്കാരെല്ലാം കൂടെ കൂടി എന്താന്ന് ചോദിച്ചു. കരുവന്നൂർ അതെവിടെ സ്ഥലം? അവസാനം വണ്ടി എടുത്ത് മുങ്ങി വിടറാ മാത്തുക്കുട്ടി വിട്ടോടാ എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഈ പരിപാടി മുഴുവൻ കാണിച്ച് തെമ്മാടിത്തരം കാണിച്ച് നിൽക്കുകയാണ് ഇവർ. ദേ വാണ്ട് ടു അപ്രൂവ് ഡെമോക്രസി ഫ്രം ഇന്ത്യ, which Modi is not going to allow. The government is not going to allow. Come what may. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.